മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്തിലെ കൂട്ടാലുങ്ങൽ വാർഡിൽ UDF-ൽ നിന്ന് 9 സ്ഥാനാർത്ഥികൾ, കോൺഗ്രസിൽ നിന്ന് 7, മുസ്ലിം ലീഗിൽ നിന്ന് 2 പേർ പത്രിക നൽകി. വിവരങ്ങളുമായി തിരൂരിൽ നിന്ന് സമീർ ബിൻ കരീമാണ് ചേരുന്നത്. സമീർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ UDF-ന് അവിടെ 9 സ്ഥാനാർത്ഥികളാണുള്ളത്. കോൺഗ്രസിൽ നിന്ന് 7, ലീഗിൽ നിന്ന് 2. ഇനിയിപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥി ആരായിരിക്കും? ക്രിസ്റ്റീന, ഇതുവരെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിലാണ് 9 പേരും ഈ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് 7 പേരും ലീഗിൽ നിന്ന് 2 പേരുമാണ് പത്രിക നൽകിയിരിക്കുന്നത്. അതിൽ കോൺഗ്രസിന്റെ മുൻ കൗൺസിലർമാരുണ്ട്, ഒപ്പം തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്, KSU പ്രവർത്തകർ വരെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും ഒറ്റ പേരിലേക്ക് എത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസിലെ വിഭാഗീയതയാണ് ഇത്തരം ഒരു പ്രശ്നത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വിഭാഗീയത പരിഹരിക്കാൻ നേരത്തെ DCC നേതൃത്വം ഒരു യോഗം വിളിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പരിഹാര ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഒന്നും തന്നെ വിജയം കാണാതെ വന്നതോടുകൂടിയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ കൂട്ടത്തോടു കൂടി ഈ പത്രിക സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിച്ച വാർഡുകളിൽ ഒന്നുകൂടിയാണ് ഈ കൂട്ടാലങ്കിൽ എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.